വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 1 സൃഷ്ടാവായ ദൈവം, പാഠം 11 ഈശോ ദൈവപുത്രൻ. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈശോ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നു. പിതാവായ ദൈവം ഈശോയെക്കുറിച്ച് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. നമുക്ക് പാടാം. യോർദാൻ നദിയിൽ ഈശോനാഥൻ മാമോദീസ കൈക്കൊണ്ടുടനെ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു, ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു. പാവനമായൊരു മാമോദീസ കൈക്കൊണ്ടിടുന്ന നിമിഷത്തിൽ ദൈവത്തിൻ പ്രിയമക്കളതായി തീരുന്നു നാം ദൈവിക കൃപയാൽ. ആവർത്തിച്ചെഴുതാം, പല നിറത്തിലും വലിപ്പത്തിലും. ഈശോ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. മാമോദീസായിലൂടെ നാമും ദൈവമക്കളായി തീരുന്നു. നമ്മൾ മാമോദീസ സ്വീകരിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കുരിശടയാളം വരയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ കൂപ്പാം. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കിയ ദൈവമേ നന്ദി. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കിയ ദൈവമേ നന്ദി. എൻ്റെ മാമോദീസ പേര്. നമുക്ക് പാടാം. നിത്യപിതാവാം സകലേശ, നിത്യസുധാനരപാലകനെ, സത്യാത്മാവാം റൂഹായെ, സ്തുതിയും സ്തോത്രവും എന്നേക്കും. നിറം കൊടുക്കാം, മനഃപ്പാഠമാക്കാം, ത്രിത്വസ്തുതി ചൊല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പാഠത്തിലെ ചോദ്യവും ഉത്തരങ്ങളും. ചോദ്യം 1, ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം ഈശോ. ചോദ്യം 2, ഈശോ മാമോദീസ സ്വീകരിച്ചത് ഏത് നദിയിൽ വെച്ചാണ്? ഉത്തരം യോർദാൻ. ചോദ്യം 3, ഈശോ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ രൂപത്തിലാണ് ഈശോയുടെ മേൽ വന്നത്? ഉത്തരം പ്രാവിൻ്റെ. ചോദ്യം 4, മാമോദീസ വേളയിൽ പിതാവായ ദൈവം ഈശോയെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് വചനത്തിലൂടെ പറയുക. ഉത്തരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:17. ചോദ്യം 5, നാം മാമോദീസ സ്വീകരിച്ചത് ആരുടെ നാമത്തിലാണ്? ഉത്തരം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ചോദ്യം 6, ത്രിത്വസ്തുതി ചൊല്ലുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.